ഇന്ന് നമ്മൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അതായത് ഒരു 3-4 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യുന്നത്. പഴയ ആളുകളൊക്കെ ഒരുപാട് ഉണ്ടാക്കി കണ്ടുവന്നിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഗോതമ്പ് വെച്ചിട്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഊറൽ എന്നാണ് പേര് പറയുന്നത്. എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണോ പേര് എന്ന് അറിയില്ല. ശരിക്കും ഒരു ചെറിയൊരു ഗോതമ്പ് ഹൽവയുടെ ഒക്കെ ഒരു ടെക്സ്ചറിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു വിഭവം ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഇപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് നുറുക്കാണ് എടുത്തിട്ടുള്ളത്. നുറുക്ക് ഗോതമ്പ് നമ്മൾ റെഡിമെയ്ഡൊക്കെ ആയിട്ട് വാങ്ങിക്കുന്ന നുറുക്ക് ഗോതമ്പ്, ഉപ്പുമാവിനൊക്കെ വേണ്ടി വാങ്ങിക്കുന്ന ആ ഒരു ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. സാധാരണ വലിയ ഗോതമ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഉപ്പുമാവിനൊക്കെ എടുക്കുന്ന വളരെ ചെറിയ തരിയുള്ള ഗോതമ്പുണ്ടല്ലോ, റവയൊക്കെ പോലെ, അതായാലും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു രീതിയിലുള്ളതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒരു കപ്പ് എന്ന് പറയുന്ന സമയത്ത് 200 ഗ്രാം അളവുണ്ടാവും. ഈ ഗോതമ്പ് നമ്മൾ ഒരു 1-2 മണിക്കൂർ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വെക്കുക. അതിനുശേഷം മിക്സിയിലിട്ട് അരച്ച് ഇതിൻ്റെ പാലെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി റെഡിയാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 2 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ള ഗോതമ്പാണിത്. ഈ ടൈപ്പിലുള്ള ഗോതമ്പാണെങ്കിൽ 1-2 മണിക്കൂറൊക്കെ തന്നെ മതിയാകും. വലിയ ഗോതമ്പ് മണികളാണെന്നുണ്ടെങ്കിൽ ഒരു 5 മുതൽ 6 മണിക്കൂർ വരെയൊക്കെ വെള്ളത്തിൽ കുതിരേണ്ടി വരും. അതായത് നമുക്ക് അരച്ചെടുക്കാൻ പാകത്തിനായി കിട്ടണം. ഇനി വളരെ ചെറിയ ഗോതമ്പ് നുറുക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ തന്നെ മതിയാകും. അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഈ സമയത്ത് ഒഴിക്കേണ്ട, കാരണം അരഞ്ഞു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അരയുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഈ ഗോതമ്പ് നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. അതായത് ഈ ഗോതമ്പിൻ്റെ പാലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ അരിപ്പയിലൂടെ ഗോതമ്പിൻ്റെ പാല് താഴേക്ക് ഇറങ്ങും. പിന്നെ നന്നായിട്ടുള്ള പാല് കിട്ടാൻ വേണ്ടിയിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പാല് കിട്ടും. ഇങ്ങനെ വെള്ളം ചേർത്ത് എടുക്കുന്ന സമയത്ത് ഗോതമ്പിലുള്ള പാല് മുഴുവൻ നമുക്ക് കിട്ടും. പിന്നെ കുറച്ചുകൂടി എളുപ്പത്തിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലൊക്കെ എടുക്കുന്ന പോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താലും മതിയാവും. സ്പൂൺ കൊണ്ട് ഇളക്കുന്നതിനൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ അങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഗോതമ്പിലുള്ള പാലൊക്കെ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേസ്റ്റിന് നമുക്ക് ആവശ്യമില്ല. ഈ പാല് മാത്രമേ ഈ ഒരു റെസിപ്പിയിലേക്ക് വേണ്ടതുള്ളൂ. 200 ഗ്രാം ഗോതമ്പ് അരച്ച് പാലെടുക്കുന്ന സമയത്ത് ഇത്രയ്ക്ക് അളവാണ് നമുക്ക് ഗോതമ്പ് പാൽ ഉണ്ടാവുക. ഇനി ഇത് റെഡിയാക്കാനുള്ള പാത്രത്തിലേക്ക് നമ്മൾ ഈ പാൽ ഒഴിക്കുകയാണ് വേണ്ടത്. റെഡിയാക്കി എടുത്തിട്ടുള്ള ഗോതമ്പിൻ്റെ പാലാണിത്. ഒരളവ് പാത്രത്തിലേക്ക് എടുക്കാം. കാരണം നമുക്ക് ഇനി ഇതിലേക്ക് പശുവിൻ പാൽ, തേങ്ങാപ്പാലൊക്കെ ചേർക്കാനുണ്ട്. എല്ലാം ഇതേ അളവിൽ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പാത്രം എപ്പോഴും നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കണേ. പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ തണുപ്പ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് ഗോതമ്പ് പാൽ എത്രയാണോ ഉള്ളത് സെയിം അളവിൽ തന്നെ തേങ്ങാപ്പാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 1-ാം പാൽ 2-ാം പാലൊന്നുമില്ല. ഒരു ചെറിയ തേങ്ങ ചിരവി എടുത്തിട്ട് അതിൽ നിന്നുള്ള മൊത്തം പാല് പിഴിഞ്ഞെടുക്കുക. അതേ അളവിൽ തന്നെ പശുവിൻ പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പശുവിൻ പാലെന്ന് പറയുമ്പോൾ ചൂടാക്കിയിട്ടുള്ളത്, തിളപ്പിച്ചിട്ടുള്ളതൊന്നല്ല, ഫ്രഷ് ആയിട്ടുള്ള പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. പശുവിൻ പാല്, തേങ്ങാപ്പാൽ, ഗോതമ്പിൽ നിന്ന് എടുത്തിട്ടുള്ള പാല് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അളവ് എന്ന് പറയുന്നത് 1/4 കപ്പ് മുതൽ 1.5 കപ്പ് വരെ എന്തായാലും വേണ്ടി വരും. അത്യാവശ്യം മധുരം വേണം നമുക്ക് ഈ ഒരു വിഭവം റെഡിയാക്കുന്ന സമയത്ത്. മധുരമൊക്കെ ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട, മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ഇതുപോലെ ചേർക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂട്ടി ഏലക്ക പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതിയാവും. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഈ സമയത്ത് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ മൊത്തത്തിലേക്ക് 1.5 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അതായത് നമ്മളിത് മിക്സ് ചെയ്ത് ഈ സമയത്ത് ടേസ്റ്റ് നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് മധുരം മുൻപിൽ നിൽക്കണം. എന്നാലാണ് ഇത് കുക്ക് ചെയ്ത് റെഡി ആയിട്ട് വരുന്ന സമയത്ത് കറക്റ്റ് മധുരം ഉണ്ടാവുള്ളൂ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷമാണ് ഇനി അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ടത്. അടുപ്പിൽ വെക്കുന്ന സമയത്ത് ചെറിയ തീയിൽ ഇട്ട് കൊടുക്കുക. ആദ്യമേ വലിയ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഗോതമ്പ് ഉള്ളതുകൊണ്ട് തന്നെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കൂടെ വേണം കേട്ടോ. ആ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കട്ട പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റിലേക്ക് ഈ ഒരു റെസിപ്പി എത്തിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് അടുക്കി പിടിക്കാതെ, നന്നായിട്ട് കട്ടയൊന്നും പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം.
ഏകദേശം ഒരു 20 മിനിറ്റ് എന്തായാലും വേണ്ടി വരും നമ്മൾ ആ ഊറലായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ചുവട് കട്ടിയുള്ള പാത്രമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കുന്ന വലിയ പ്രശ്നമൊന്നും വരില്ല. കാരണം കുറഞ്ഞ പാത്രമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ചിട്ട് ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണേ. കാരണം കുറച്ച് കട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഗോതമ്പൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇതിപ്പോൾ ഒരു പായസം പോലെയൊക്കെയാണുള്ളത്. ഈ ഒരു പായസം പോലെയൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ കുറച്ച് കാഷ്യൂ കിസ്മിസൊക്കെ വറുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പായസമൊക്കെ ആയിട്ട് ഇത് കുടിക്കാം. ഈ ഒരു സമയത്ത് വേവാത്ത പ്രശ്നമൊന്നുമില്ല, കറക്റ്റ് കുക്കായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന ഊറൽ എന്ന് പറയുന്നത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലേക്ക് എത്തണം. അതായത് ഹലുവയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ പാത്രത്തിൽ നിന്ന് വിട്ട് വരണം. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കുറുക്കിയെടുക്കുക. ഇപ്പോൾ അത്യാവശ്യം കുറുകി വരുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയമൊക്കെ ആവുന്ന സമയത്ത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടിക്കോളും. കാരണം ഇനി വേവാനൊന്നുമില്ല, പിന്നെ കട്ട പിടിക്കാനും കാര്യമായിട്ടില്ല. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇപ്പോൾ കറക്റ്റ് നമ്മൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പാകമായിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. എന്നാലാണ് വിചാരിച്ച പോലെ കറക്റ്റ് സെറ്റായിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പാകമായാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി നമുക്കിത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. സെർവ് ചെയ്യുന്ന പാത്രം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് നെയ്യ് മൊത്തത്തിൽ തടവി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും വറുത്തിട്ടിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ബദാം അല്ലെങ്കിൽ പിസ്തയൊക്കെ പൊടിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുക. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയും ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ ഒരു പഴയ രുചിയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാഷ്യൂം കിസ്മിസും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചൂടോടുകൂടി തന്നെ ഇത് പ്ലേറ്റിലേക്ക് മാറ്റണം കേട്ടോ. കാരണം തണുത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും കട്ട പിടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ കിട്ടില്ല. ഇതുപോലെ ഒന്ന് മൊത്തത്തിൽ പ്ലേറ്റിലേക്ക് ഇട്ടതിന് ശേഷം ഒന്നങ്ങ് ഷേപ്പാക്കി കൊടുത്താൽ മതിയാകും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പാത്രം ആദ്യമേ റെഡിയാക്കി വെക്കണം. കാഷ്യൂ കിസ്മിസൊക്കെ ഇട്ടിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഗോതമ്പൊക്കെ കുറുക്കി കഴിഞ്ഞ് ഒക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ കാഷ്യൂ കിസ്മിസൊക്കെ വറക്കാൻ നിന്നാൽ ഒരുപാട് സമയം പോകും. ആ സമയം കൊണ്ട് ഈ ഗോതമ്പിൻ്റെ മിക്സ് ആകെ കട്ട പിടിച്ച് പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ബാക്കിയുള്ളത് ഞാനൊരു സ്ക്വയർ ഷേപ്പ് പ്ലേറ്റിലേക്കും കൂടെ ഒഴിച്ചു വെക്കുന്നുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു 200 ഗ്രാം ഗോതമ്പ് കൊണ്ട് ഈ ഒരു രീതിയിലുള്ള 2 പാത്രത്തിലേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയ്ക്ക് വേണ്ട ഒരു പ്ലേറ്റിലേക്കുള്ള അളവ് മതിയെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ഗോതമ്പൊക്കെ എടുത്താൽ മതിയാകും. ഇത് ചൂടോടുകൂടി തന്നെ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ആദ്യം ഒഴിച്ചിട്ടുള്ള സ്റ്റീൽ പ്ലേറ്റിലത് കണ്ടില്ല, നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്നത്. വൈറ്റ് പ്ലേറ്റിലത് കുറച്ചൊരു കട്ട പിടിച്ചതുപോലെ തോന്നില്ലേ? അപ്പോൾ അതാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇത് കറക്റ്റ് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 മണിക്കൂർ എന്തായാലും വേണ്ടി വരും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതിയാകും. ഒരു 2-3 മണിക്കൂറിന് കഴിയട്ടെ. ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഊറലൊക്കെ കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് നോക്കുന്ന സമയത്ത് മനസ്സിലാവും ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ടാവും. പ്ലേറ്റിന് ചൂടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് പാത്രത്തിൽ നിന്ന് കണ്ടില്ല, ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവാവുന്ന സമയത്ത് നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ചിലപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ മതിയാവും, ചിലപ്പോൾ അതിൽ കൂടുതൽ സമയം വേണ്ടി വരും. ഇതിൻ്റെ ഈ സെറ്റാവുന്ന സമയം എന്ന് വെച്ചാൽ നമ്മൾ കുറുക്കി എടുത്തിട്ടുണ്ടല്ലോ, ആ കുറുക്കി എടുക്കുന്ന സമയത്ത് ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവുണ്ടല്ലോ, ആ പരുവത്തിനനുസരിച്ചാണ് ഇത് സെറ്റാവാൻ എടുക്കുന്ന സമയം. ലൂസായിട്ടാണ് നമ്മളിത് ഇതിലേക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ സമയം, ഒരു 4 മുതൽ 5 മണിക്കൂറൊക്കെ വേണ്ടി വരും കറക്റ്റ് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളാക്കിയെടുത്തതുപോലെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ ഒരു രീതിയിലായി കിട്ടാൻ ഒരു 2-3 മണിക്കൂർ എന്തായാലും മതിയാകും. ഇനി ഇതൊരു പാത്രത്തിലേക്ക് കമിഴ്ത്തിയെടുക്കുക. പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും, കൂടുതൽ സമയമൊന്നും വേണ്ടി വരില്ല. കമിഴ്ത്തുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല പെർഫെക്ഷനിൽ തന്നെ വന്നിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട്. അടുത്ത പാത്രത്തിലുള്ളതുകൂടെ നമുക്ക് ഒന്ന് കമിഴ്ത്തിയെടുക്കാം. കാഷ്യൂ കിസ്മിസൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ചുകൂടെ അറേഞ്ചൊക്കെ ചെയ്ത് നല്ല ഭംഗിക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ട്സൊക്കെ നന്നായിട്ട് പൊടിച്ചിട്ടൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം നമുക്ക്. ഇതെപ്പോഴും നമ്മൾ സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് പ്ലേറ്റിൽ വെച്ചിട്ടാണ് സെർവ് ചെയ്യേണ്ടത്. മുറിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ആ ഒരു രീതി, അത് തന്നെ പറയാം. ശരിക്കും പറയുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഗോതമ്പിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ ആയിരിക്കും ഇതിനുണ്ടാവുക. കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഈ രീതിയിൽ തന്നെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഇഫ്താറിൻ്റെ സമയത്തൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ സാധാരണ സ്നാക്കായിട്ടും നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇനി ഇതല്ലെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ബാക്കിയൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നോക്കൂ.
എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നല്ല ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്